നമ്മൾ ഈ ഭൗമസൂചിക രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കോലിഞ്ചി ഭൗമസൂചിക രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇത് തുടങ്ങി വെച്ചത് ഡോക്ടർ CR LC ആണ്. 2020 ഈ പദ്ധതി ക്യാരക്ടറൈസേഷൻ ഓഫ് കോലിഞ്ചി ഫോർ GI രജിസ്ട്രേഷൻ അത് ഒരു പദ്ധതിയായിട്ട് പ്ലാൻ പദ്ധതിയായിട്ട് അത് കൊടുത്തതിന് ശേഷം അത് പദ്ധതി പിന്നെ തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ദീപ്തി ആന്റണി ആയിരുന്നു എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന മേധാവി. ഡോക്ടർ ദീപ്തി ആന്റണിയാണ് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രോജക്ട് അസോസിയേറ്റ്സും കുറച്ച് പേരുണ്ട്. ഡോക്ടർ ശ്രീമതി മഞ്ജുഷ മാഡം അവർ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡോക്ടർ ആൻസി, ഡോക്ടർ ലവ്ലി ഇവരും അതിലെ പ്രോജക്റ്റില് ഭാഗമായിട്ടുള്ളവരാണ്. അപ്പൊ ആദ്യം തുടങ്ങും ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടൈം ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഇതിന്റെ ആദ്യം ഒരു ബോധവൽക്കരണ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആദ്യം തന്നെ അത് 2021 2 മീറ്റിംഗ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓഗസ്റ്റിലും ചിറ്റാറിൽ വെച്ചിട്ടാണ് ഇത് 2 മീറ്റിംഗ് നടത്തിയത്. ഓഗസ്റ്റിലും ഒക്ടോബറിലും ആയിട്ട് 2 മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ ഈ ഭൗമസൂചിക കിട്ടിയാൽ എന്താണ് അതിന്റെ, അതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടം, എന്താണ് അതിന്റെ ആവശ്യകത, പിന്നെ അതിലെന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്, പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഈ GI രജിസ്ട്രേഷൻ കിട്ടാൻ നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണമായിരുന്നു. അപ്പൊ അതിനകത്തൊരു ടൈം ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും ലാസ്റ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. അത് ഞാനൊന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ബോധവൽക്കരണ പരിപാടി നമ്മൾ ഓഗസ്റ്റിലും ഇതിൽ നടത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തു ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെയാണ് നമ്മളിതിൽ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഫോട്ടോസാണ് ദീപ്തി ആന്റണി ഉള്ള സമയത്ത്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ, പ്രധാനമായിട്ടും ഈ ഭൗമസൂചിക രജിസ്ട്രേഷൻ ചെയ്യാൻ 2 ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന് തിരഞ്ഞെടുത്ത് അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അപേക്ഷകർ മെയിൻ ആയിട്ട് രജിസ്റ്റേർഡ് സൊസൈറ്റി ഒരു ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആയിരിക്കണം അവർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 ഇവിടെ പ്രധാനമായിട്ടും പത്തനംതിട്ടയും ഇടുക്കി, ഏറ്റവും കൂടുതൽ ഏരിയ പത്തനംതിട്ടയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇടുക്കി, പിന്നെ കോട്ടയമാണ്. പക്ഷെ 2 സൊസൈറ്റി അപ്പൊ ഉണ്ട്. ആദ്യത്തെ കോലിഞ്ചി കൺസോർഷ്യമാണ് രജിസ്റ്റർ ചെയ്തത്. പിന്നെ രണ്ടാമത് ഉപ്പുതര മനേജി ഉത്പാദക വിപണന സംഘം ഇവർ രജിസ്റ്റർ ചെയ്തു. പക്ഷെ അതിൽ 2 പേര് വരുന്നുണ്ട്. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതും നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു കോലിഞ്ചി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ആപ്ലിക്കേഷനിൽ അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം കോലിഞ്ചി എന്ന് തന്നെയാണ് വേണ്ടത്. അപ്പം ഒരു പേരേ പറയാൻ പറ്റുള്ളൂ. നമ്മളായിട്ടൊരു പേര് പുതിയതായിട്ടൊന്നും കോയിൻ ചെയ്യാൻ പാടില്ല. പണ്ട് മുതലേ അത് അങ്ങനെ അറിഞ്ഞിരിക്കണം. അതാണ് മെയിനായിട്ട് ഇതിൽ ഭൗമസൂചിക രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു എന്തെങ്കിലും മറയൂർ ശർക്കര അല്ലെങ്കിൽ നിലമ്പൂർ തേക്ക്, ആ പണ്ട് മുതലേ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ പേരിൽ ഒരു പേരേ ഉണ്ടാവുള്ളൂ. നമ്മളായിട്ട് ആ പേരിടാൻ പാടില്ല, പണ്ട് മുതലേ അറിഞ്ഞിരിക്കണം. അപ്പൊ കോലിഞ്ചി എന്നാണ് നമ്മളപ്പോ, എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ 2 പേരിപ്പോ വരുന്നുണ്ട്. അപ്പൊ പത്തനംതിട്ട ആണ് കൂടുതൽ കോലിഞ്ചി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കുറെ നമ്മൾ ചരിത്രപരമായിട്ടുള്ള രേഖകളും നോക്കുമ്പോഴും അതിലൊക്കെ കോലിഞ്ചി തന്നെയാണ് കൂടുതൽ കാണുന്നത്. ചിലടത്ത് മലയഞ്ചിയും കാണുന്നുണ്ട്, 2ഉം കാണുന്നുണ്ട് നമ്മള്. അപ്പം കോലിഞ്ചിയും കാണുന്നുണ്ട്, മലയഞ്ചിയും കാണുന്നുണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ കോലിഞ്ചി എന്നാണ് കാണുന്നത്. അപ്പം അതിന്റെ ചരിത്രപരമായ രേഖകൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇതാണ് പണ്ട് മുതലേ ഇത് എങ്ങനെ അറിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അത് ആ ചരിത്രം നമ്മൾ കൊടുക്കേണ്ടത്. കാരണം GI രജിസ്ട്രേഷന് വേണ്ടി 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചരിത്രപരമായ രേഖ കൊടുക്കണം. അത് അങ്ങനെയാണോ അറിയപ്പെടുന്നത്, എത്ര കാലം തൊട്ടാണോ അവിടുന്ന്, അതിന്റെ എവിടുന്നാണ് അതിന്റെ ഒറിജിൻ, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ അത് പ്രൂഫ് കൊടുക്കണം അതിന്. രണ്ടാമത്തേത്
നമ്മൾ അതിൻ്റെ സവിശേഷത, ആ ജോഗ്രഫി കാരണം അതിനകത്തുണ്ടാവുന്ന സവിശേഷത നമ്മൾ അതിൻ്റെ പ്രൂഫ് കൊടുത്തിരിക്കണം. എന്തുകൊണ്ടാണ് ആ ഒരു കാലാവസ്ഥയും ജോഗ്രഫിയും കാരണം അതിലുണ്ടാക്കുന്ന പ്രത്യേകത, അതുകൊണ്ടാണ് അതിൽ ആ ഒരു പ്രത്യേകത വരുന്നത്. ഇപ്പൊ കോലിഞ്ചി എടുക്കുകയാണെങ്കിൽ കോലിഞ്ചിയുടെ ഔഷധ ഗുണം അവിടുത്തെ പ്രദേശത്തെ കാലാവസ്ഥയും അവിടുത്തെ മണ്ണും കാരണമാണെന്നുള്ളത് അത് നമുക്ക് അതിന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് വേണം. അപ്പൊ അതിന്റെ സാമ്പിൾ നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഘടകങ്ങൾ നമ്മൾ എസൻഷ്യൽ ഓയിലും പിന്നെ ഫീനോളും അതുപോലെ തന്നെ ഫ്ലാവനോയിഡും ഗലാങ്കിൻ എന്ന് പറഞ്ഞൊരു ഔഷധ ഗുണം, അതാണ് നമ്മളിതിൽ. അല്ല, ഞാനിത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? ഇഞ്ചിക്കാണോ വലിപ്പം കൂടുതൽ? അല്ല, ഞാനിതൊന്ന് പ്രസന്റ് ചെയ്തോട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് എനിക്കൊക്കെ ചർച്ചകൾ ഇത് കഴിഞ്ഞിട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതില് നമ്മൾ ക്യാരക്ടറൈസേഷനിൽ ഇന്ന് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് ടെസ്റ്റ് ചെയ്തത്. ഈ 4 ഘടകമാണ് ടെസ്റ്റ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാനൊരു വർക്ക്ഷോപ്പ് ഇതുപോലെ തന്നെ നമ്മളൊരു GIക്ക് മുന്നോടിയായിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. പക്ഷെ അതിൽ വളരെ ശുഷ്കമായിരുന്നു. മാർച്ച് മാസത്തിലായിരുന്നു നമ്മൾ നടത്തിയത്. അപ്പൊ അത് കാരണം ആൾക്കാരധികം അതിൽ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ ഉള്ള ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ചെയ്ത അനാലിസിസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ ആദ്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. കാരണം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കുറെ എൻക്വയറീസ് വരും. അപ്പൊ അതോടുകൂടി നമുക്ക് കുറച്ചുകൂടെ അനാലിസിസ് ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാം, കുറച്ചുകൂടെ നല്ല ഈ റിസൾട്ട് ഉള്ള ഒരു വാല്യൂസ് ഉള്ള നമുക്ക് ഡേറ്റ അവർക്ക് കൊടുക്കാം അത് ആ സമയമാകുമ്പോഴത്തേക്കും. പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് തന്നെയാണ്. നമ്മൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആദ്യം കൊടുക്കണം. അപ്പൊ അതിൽ നമുക്ക് ഉള്ള ഡാറ്റ, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പൊ അതിനായിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ ഇതിന്റെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയാൻ G1A, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഫസ്റ്റ് നമ്മൾ GI രജിസ്ട്രി ചെന്നൈയിലാണ് ഇതിന്റെ മെയിൻ ഓഫീസ്. അവിടെയാണ് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ആരുടെ പേരിലാണ് അപേക്ഷകൻ? 2 പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരുടെ അഡ്രസ്സും നമ്മൾ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് IPRSL കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൃഷി വകുപ്പും കൂടെയാണ്. നമ്മൾ 2 പേരുമാണ് ഇതിന്റെ ഫെസിലിറ്റേറ്റേഴ്സ്. അതുപോലെ തന്നെ ഇതിന്റെ ടൈപ്പ് ഓഫ് ഗുഡ്സ്, നമ്മൾ പേരെന്താണെന്നുള്ള കോലിഞ്ചി എന്നാണ് അതിന്റെ ഒരു ക്ലാസ് 13 കുറെ നമ്മൾ ഇപ്പൊ ഭൗമസൂചിക ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്കും കൈത്തറി അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ആറന്മുള കണ്ണാടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല ക്ലാസ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കോലിഞ്ചി ഈ ക്ലാസ് 13 പെടുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഞാനിപ്പോ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കോലിഞ്ചിയിൽ എന്താണ് പ്രത്യേകതകൾ, അതിന്റെ ഈ കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന എന്ത് പ്രത്യേകതകളാണ്, കൂടാണ്ട് എന്താണ് ചരിത്രപരമായിട്ട് ഇതിനകത്തുള്ള രേഖകൾ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ എന്താണ് ഇതിന്റെ മൂല്യം, എക്കണോമിക് ഫീസിബിലിറ്റി എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിൽ മെയിനായിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഈ കോലിഞ്ചി സാധാരണ നമ്മൾ ഇതിന്റെ പേര് മലയിഞ്ചി എന്നും പറയാറുണ്ട്. ഇതിന്റെ മറ്റേ കോമൺ നെയിം എന്നുള്ള സാധാരണ നാമായിട്ട് അറിയുന്നത് ഗ്രേറ്റർ ഗലാങ്കൽ, വലിയരത്ത അല്ലെങ്കിൽ പേരരത്ത. അത് അൽപ്പിനിയ ഗലാങ്കൽ. ചിക്കരത്ത എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അതിന് അൽപ്പിനിയ കാൽക്കറേറ്റ എന്നാണ് പറയുന്നത്. അപ്പൊ 6 സ്പീഷീസ് ഉണ്ട്. പർപ്യൂറേറ്റ എന്ന് പറഞ്ഞ സ്പീഷീസും ഉണ്ട്. ഈ 3 സ്പീഷീസ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ സാമ്പിള് NBPGR എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മൾ ഈ സാമ്പിളിനെ നമ്മൾ ഒരു ഉറപ്പ് വരുത്തി ഇത് അൽപ്പീനിയ ഗലാങ്ക വലിയ അരത്തെ ആണോ എന്ന് തന്നെ. അപ്പൊ അങ്ങനെ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി അതിന്റെ അനാലിസിസ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഇത് മെയിനായിട്ട് ഈ നമ്മൾ പറയുന്ന വലിയരത്ത 100 തൊട്ട് 1300 അപ്പോൾ ഈ സമുദ്രതലത്തിൽ നിന്ന് ഇത്രയും ഉയരത്തുള്ള സ്ഥലത്തും താഴ്ന്ന സ്ഥലത്തും രണ്ട് പ്രദേശത്തും അത് ഉണ്ടാവുന്നതാണ് മെയിനായിട്ട്. അപ്പം ഇതില് ഈ പ്രധാനമായിട്ട് ഈ മണ്ണ് നമ്മൾ പറയുന്ന ആ ഫോറസ്റ്റ് ഏരിയയിലുള്ള മണ്ണാണ് മെയിനായിട്ട്. അതിൽ ഓർഗാനിക് കണ്ടന്റ് കൂടുതലുള്ള മണ്ണും ആ ഒരു മണ്ണ് തന്നെയാണ് ഇതിന്റെ ആ ഒരു പഞ്ചൻസി അല്ലെങ്കിൽ ആ കോലിഞ്ചിയിലുള്ള പഞ്ചൻസിക്കുള്ള മെയിനായിട്ട് ഈ ഏരിയ എന്നുള്ള ഒരു സവിശേഷത അത് കാരണമാണ്. കാരണം ഫോറസ്റ്റ് ഏരിയാസ് ട്രൈബൽ ഏരിയാസിലാണ് ഇത് കൂടുതൽ ഇത് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ റൈസോമാണ് മെയിനായിട്ട് ഔഷധ ഗുണമുള്ളതാണ്. ഔഷധ ഇതിനായിട്ടാണ് മെയിനായിട്ട് അത് എടുക്കുന്നത്. കൂടാണ്ട് ഇത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലായ തായ്ലൻഡും പിന്നെ ഇന്തോനേഷ്യയിലും ഇത് സ്പൈസായിട്ട് സുഗന്ധവ്യഞ്ജനമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ കൂടുതലും ഇത് മെഡിസിനൽ ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അമൃതാചൻ ബാമുകളിലൊക്കെ ഇതൊരു കണ്ടന്റാണ്. അതുപോലെ തന്നെ സിദ്ധ ഔഷധങ്ങളിലും ആയുർവേദങ്ങളിലും ഇത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഇതിന്റെ ആ ഒരു നിറമാണ്. നിറവും പിന്നെ ഇതിന്റെ ആ ഒരു പഞ്ചൻസി, ആ ടേസ്റ്റ്, വേറിട്ട് നിൽക്കുന്ന ആ ഒരു ടേസ്റ്റും. പിന്നെ ഇതിനെ ഈ ഇത് സ്പൈസായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിനെ മറ്റൊരു ഇത് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ഈ സ്പൈസ് തന്നെയാണ് ഇതിന് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല അതിന്. അപ്പൊ ഇത് സ്പൈസായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെയാണ്, ഇതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ ഇത് പ്രധാനമായിട്ടും ഏരിയ നോക്കുമ്പോൾ നമ്മൾ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഈ ജില്ലകളിലാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇത് ഇവിടെ ഈ ഭാഗത്ത് നല്ല ഒരു വരുമാനം തരുന്നതായിരുന്നു. ഇപ്പം വളരെ കുറച്ച് കുറഞ്ഞു, ഇതിന്റെ വില ഇടിഞ്ഞിട്ടുണ്ട്. അതെല്ലാ ക്രോപ്പിലും വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് അത്. വില കൂടിയും കുറഞ്ഞും നിൽക്കും. അപ്പൊ കർഷകർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അവിടെ ഒരു ഗവൺമെന്റിന്റെ പോളിസി ഇന്റർവെൻഷൻ അവിടെയാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ ഈ ഭൗമസൂചകം അതിനൊരു സഹായകം തന്നെ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു എക്സ്പോർട്ടിനെ പറ്റിയ ഒരു ക്രോപ്പ് ആയ കാരണം ഇതിന്റെ ഒരു ജിയോ ടാഗിങ് അതിന്റെ ഒരു വാല്യൂ കൂട്ടും. അപ്പൊ ആ ഒരു വാല്യൂ ഇതിൽ ആഡ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ ഇതുകൊണ്ട് ഒട്ടും അതിന്റെ മുന്നേ കുറയില്ല, കൂടുക തന്നെ ചെയ്ത്. അപ്പൊ ഇതും ഇതിന്റെ പ്രൈസ് കൂട്ടാനുള്ള ഒരു ഭാഗമാവട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ആപ്ലിക്കേഷൻ എന്നെ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ആയുർവേദ സിദ്ധ ഔഷധങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഇത് നമ്മുടെ ആസ്മ അങ്ങനെയുള്ള വലിയ ആസ്മ രോഗങ്ങൾക്കും പിന്നെ മറ്റേ റൂമറ്റോയിഡ് വാദം അങ്ങനെയുള്ള രോഗങ്ങൾക്ക് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള ഒരു ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണിത് മെയിനായിട്ട്. പിന്നെ ഇതിന്റെ എക്സ്പോർട്ടാണ് കയറ്റുമതിക്ക് പൊട്ടൻഷ്യൽ ഉള്ള, കാരണം ഇതിന്റെ എസെൻഷ്യൽ ഓയിലാണ് മെയിനായിട്ട് ഇതിന്റെ എക്സ്പോർട്ടിന് ഉള്ള ഒരു നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇതിൽ. പിന്നെ ഇത് പല രാജ്യങ്ങളിലും ഒരു ദാഹശമനമായിട്ടും യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മെയിനായിട്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഇന്ത്യ രാജ്യത്ത് തമിഴ്നാട്ടിലും ചിലയിടത്ത് ഇത് സ്പൈസായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ലാർജ് സ്കെയിലിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലായ ഇന്തോനേഷ്യയും ഇവിടെയൊക്കെ അത് സ്പൈസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും ഇത് റാന്നി, കോന്നി, ഇലന്തൂർ ഈ ഡിസ്ട്രിക്റ്റില്, അതുപോലെ തന്നെ ഈരാറ്റുപേറ്റ, കാഞ്ഞിരപ്പള്ളി, കോട്ടയത്ത്, പിന്നെ അതുപോലെ തന്നെ ഇടുക്കിയിൽ കട്ടപ്പന, ഇളന്തേശം, നെടുങ്കണ്ടം, ദേവികുളം, തൊടുപുഴ, ആടിമാലി ഈ സ്ഥലങ്ങളിലാണ്. പിന്നെ എറണാകുളം പിന്നെ കണ്ണൂരും വളരെ കുറച്ചൊരു സ്ഥലത്തേ ഉള്ളൂ. അപ്പൊ ഈ മെയിനായിട്ട് ഈ 3 ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഓൾറെഡി ഏരിയ നമ്മൾ കൃഷി വകുപ്പിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 788.247 ഹെക്ടർ അത്രയും ഏരിയയിൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്ലൈഡിൽ കാണാം നമുക്ക്. അപ്പൊ ഇതിന് മെയിനായിട്ട് ചെടിയുടെ സവിശേഷതയാണ്. കാരണം നമ്മളത് കൊടുക്കുമ്പം ഈ ഒരു ചെടിയുടെ സവിശേഷത എന്തൊക്കെയാണെന്നുള്ളത് നമ്മളത്, കാരണം ഇതൊരു മെഡിസിനൽ പ്ലാന്റും കൂടെ ആയ കാരണം ആ ഒരു മെഡിസിനൽ ഔഷധ സസ്യ ഗണത്തിനാണ് ഇതിൽ പെടുന്നത്. ആദ്യം അത് അങ്ങനെയല്ല. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ മുമ്പേ എടുത്തിട്ടാണ് ഇത് മെഡിസിനൽ പ്ലാന്റിന്റെ സെക്ഷനിലേക്ക് ഉൾപ്പെടുത്തിയത്. അതുപോലെ ഇപ്പൊ ഇതിന് പ്ലാന്റ് ഇത് 200 തൊട്ട് 300 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ സൂഡോ സ്റ്റെം എന്ന് പറയും, ആ ചെനപ്പുകളാണ് ഇത് വരുന്നത്, പച്ച കളറാണ് അതിനുള്ളത്. ഇതിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 2.5 തൊട്ട് 3.5 വർഷം, 1.5 വർഷം കൊണ്ട് ഇതിന്റെ റൈസോം ഉണ്ടാവുകയാണെങ്കിലും ആ ഒരു അതിന്റെ ഒരു മെഡിസിനൽ കണ്ടന്റ്
അതിലുണ്ടാവണമെങ്കിൽ ആ ഒരു 3.5 വർഷം തന്നെ വേണം. അപ്പോൾ അത്രയും ദൈർഘ്യമുണ്ട് അതിന്. നമ്മൾ ഇവിടെ ആദ്യം ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്ത ഒരു ഫീൽഡിൽ നിന്നാണത്. അപ്പൊ ഇതിന്റെ എല്ലാവരുടെയും ഈ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെം എന്ന് പറയുന്നത് പച്ച നിറമാണ്. അപ്പൊ ഇതിന്റെ ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സും ഇത് പ്രധാനമായിട്ടും നമ്മൾ വെജിറ്റേറ്റീവ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് റൈസോം വഴി തന്നെയാണ്. അപ്പം ഇതിന്റെ കായും പൂവിന്റെയും പ്രത്യേകത പറയുന്നുണ്ട് കൂടുതൽ. ഇതിനകത്തൊരു ഈ 3 സ്പീഷീസ് ഉള്ള കാരണം ആ 3 സ്പീഷീസ് ഞാൻ പറഞ്ഞില്ല, ആൽപ്പീനിയ വലിയടത്തെയും ചിറ്റരത്തെയും ഉണ്ട്. അപ്പൊ അതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൂവിന്റെ നമ്മൾ ക്യാരക്ടേഴ്സ് പറയുന്നത്. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ ആൽപ്പീനിയ ഗലാങ്കയിലുള്ള ഒരു പൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഓർക്കിഡിൽ കാണുന്ന ഒരു ലെബല്ലം എന്നുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഒരു പർപ്പിൾ കളർ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ആ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. അപ്പൊ ഈ നമ്മൾ ഈ 3 സ്റ്റേജിലുള്ള ഇതിന്റെ പൂങ്കുലയാണ്. യങ് ആയിട്ടുള്ള സ്റ്റേജും ഉണ്ട്, പിന്നെ അതിന്റെ കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള പാനിക്കളാണ്. അതിൽ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞത് ആ ലെബല്ലം എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിൽ ഒരു പർപ്പിൾ സ്ട്രൈപ്സ് ഉണ്ട്. അപ്പൊ അതിനെ മറ്റ് സ്പീഷീസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആൽപ്പീനിയ ഗലാങ്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ക്യാരക്ടറും കൂടെ കാരണമാണ്. അപ്പൊ അതിനകത്ത് സ്റ്റാമിനോട്സ് ഉണ്ട്, പൂമ്പൊടി ഇല്ലാത്ത പാർട്ടുണ്ട്. പൂമ്പൊടി ഉണ്ടാവുന്ന 2 സ്റ്റെമൻസ് ആണ് ഉള്ളത്. ഒരു സ്റ്റെമിന് 2 ആന്തേഴ്സ് ആണ് ഉള്ളത്. സ്റ്റാമിനോട്സും സ്റ്റാമൻസും ഉണ്ട്. സ്റ്റാമിനോട്സ് എന്ന് പറയുന്നത് പൂമ്പൊടി ഇല്ലാത്ത പാർട്ടാണ്. അത് ഒരു റുഡിമെന്ററി ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റാമൻസ് ആണ് സ്റ്റാമിനോട്സ് എന്ന് പറയുന്നത്. ഫ്രൂട്ട് ക്യാരക്ടേഴ്സും അതുപോലെ ഇതിന്റെ ഒരു ക്യാപ്സ്യൂളാണ്. മെയിൻ ആയിട്ട് ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന റൈസോം വഴി തന്നെയാണ്. അപ്പൊ റൈസോമിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഇതിന് ഒരു 3 തൊട്ട് 3.5 വരെ. ഇപ്പൊ ഒരു ചേട്ടൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും റൈസോമാണ് ഇതിൽ കുറച്ച് വലുതായിട്ട് നിൽക്കുന്നത്, കുറച്ചൊരു എളുപ്പമുള്ളത്. അപ്പോൾ റൈസോം ഒരു ഷേപ്പ്, ഒരു സിക്സാക് ഷേപ്പാണ് ഇതിൽ. ഇതിന്റെ ഒരു നമ്മൾ ചെടിയിൽ നിന്ന് ഒരു 30 കിലോ വരെയാണ് ഫ്രഷ് റൈസോം നമുക്ക് കിട്ടുന്നത്. ഒരു ഹെക്ടറിൽ നിന്ന് നമുക്കൊരു 10 തൊട്ട് 15 ടൺ വരെ ഫ്രഷ് റൈസോം കിട്ടും. അപ്പൊ അതിന്റെ ഒരു 20 തൊട്ട് 30% അതിന്റെ ഡ്രൈ ഒരു റിക്കവറി നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റൈസോമിന്റെ ഉള്ളിലത്തെ കളറും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, യെല്ലോ കളറാണ്. അപ്പൊ അതാണ് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിനകത്തൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്കാർ ഉണ്ട്. ആ ഒരു നമ്മൾ ആ റൈസോം എടുക്കുമ്പോൾ അതിനകത്തൊരു ലീഫിന്റെ അറേഞ്ച്മെന്റിൽ ഒരു സ്കാർ ഉണ്ട്. അത് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന കോലിഞ്ചിയിലുള്ള സ്കാർ, അത് പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു സ്കാറാണ്. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ. അപ്പൊ നമ്മൾ പത്തനംതിട്ടയും നമ്മൾ ഇവിടെ ഇപ്പൊ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് പത്തനംതിട്ട ഈ മലയോര പ്രദേശങ്ങളിലാണ്. പക്ഷെ തൃശ്ശൂരും ഇത് കൃഷി ചെയ്യുന്നില്ല, ഇവിടുത്തെ പോലെ കൊമേഴ്ഷ്യൽ ആയിട്ട് കൃഷി ചെയ്യുന്നില്ല. പക്ഷെ അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള സാമ്പിൾ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് 2 കുറെ നാളായിട്ട്. അപ്പൊ ആ ഒരു സാമ്പിളുമായിട്ടാണ് നമ്മളിത് കമ്പയർ ചെയ്തത്. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തൃശ്ശൂർ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാമ്പിളുമായിട്ടാണ് നമ്മൾ അവിടെ ഇത് കമ്പയർ ചെയ്തത്. എന്നിട്ട് ആ കമ്പാരിസൺ ആണ് നമ്മളിവിടെ പറയുന്നത്. കാരണം അവിടെ ഹൈറ്റും കൂടുതലാണ് നമ്മുടെ ഇവിടെ. കാരണം ഈ പ്രദേശങ്ങളിലാണ് ഇത് മെയിനായിട്ട് വളരുന്നത്. അപ്പം ഹൈറ്റും പിന്നെ അതിൻ്റെ ലീഫിൻ്റെ ലെങ്തും എല്ലാം ഒരു വ്യത്യാസമുണ്ട് ഇവിടെ ഉള്ളതിൽ. പ്രത്യേകിച്ചിട്ട് ഷൂട്ടിൻ്റെ എണ്ണം നമുക്ക് നോക്കാം. അതിൽ 25 തൊട്ട് 40 വരെ ഉണ്ട്, മറ്റേതിൽ കുറവാണ്. അപ്പം നമ്മൾ തൃശ്ശൂർ സാമ്പിളുമായിട്ടാണ് നമ്മൾ മെയിനായിട്ട് കമ്പയർ ചെയ്തത്. പക്ഷെ നമ്മൾ ട്രിവാൻഡ്രം സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്തു. പക്ഷെ ട്രിവാൻഡ്രത്തുള്ള സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നില്ലായിരുന്നു. അപ്പൊ അത് കാരണം നമ്മളിപ്പോ ഒരു നമ്മളുടെ പ്രോഡക്റ്റിന് എന്താണ് വ്യത്യാസം എന്നുള്ളത് തെളിയിക്കണം. ആ ഒരു ഘടകം ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ഒരേപോലെയാണെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ എന്തിനും GI കൊടുക്കണം. അതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം GI രജിസ്ട്രിയിൽ. ഇതിനെന്താണ് പ്രത്യേകത? അപ്പൊ നമ്മളത് സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതും ഇതും ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അതിനും ഒരു ഭൗമസൂചകം കൊടുക്കാമല്ലോ. തിരുവനന്തപുരത്തുള്ള സാമ്പിളിലും നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തണം എന്ന് പറയും. അത് കാരണം നമ്മളിപ്പോ ആ ഒരു വാല്യൂസ് നമ്മൾ ഇതിൽ എടുത്തില്ല. നമ്മൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഏകദേശം ഒരുപോലെ നിൽക്കുന്ന കാരണം നമ്മൾ അത് എടുത്തിട്ടില്ല. തൃശ്ശൂരിനെയാണ് നമ്മൾ തൃശ്ശൂർ സാമ്പിളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത്.
പിന്നെ ഇതിന്റെ മറ്റുള്ള റൈസോമിന്റെ ക്യാരക്ടേഴ്സ് നോക്കുമ്പോഴും ഇതിൽ ഒരു ആ ഒരു സ്കാർ പ്രോമിനന്റ് സ്കാർ ഉണ്ട് ഇതിൽ. അതാണ് ഒരു സ്കെയിൽസ്